ഗൈസ് ആരും പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്. ഞാൻ എന്താ ഈ ഭൂതത്തിനെ പോലെ ഇരിക്കണേന്നല്ലേ, വേറൊന്നുമല്ല. തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ആട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയും ഫുൾ വ്ളോഗൊക്കെ ആട്ടോ. അപ്പോൾ ബാക്കിൽ കുട്ടി നല്ല ഉറക്കമാണ്, അത് മൈൻഡാക്കണ്ട, അവൻ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ നമുക്ക് നേരെ റെഡി ആയാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഗുഡ് വൈബ്സിൻ്റെ ഒരു ഗോൾഡൻ ഷീറ്റ് മാസ്ക് ആട്ടോ എൻ്റെ ഫേസിലിട്ടിരുന്നത്. നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടിയല്ലോ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാണേ. അങ്ങനെ ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ സ്കിൻ കെയറിലോട്ട് കിടന്നു. ഫസ്റ്റ് മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. പിന്നെ വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതൊരു തട്ടിക്കൂട്ടിയുള്ള മേക്കപ്പാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ എൻവൈബയുടെ പ്രൈമറാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു കളർ കറക്റ്ററാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം കവറേജൊക്കെ തരും കേട്ടോ. അതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് കൺസീലർ ആയിട്ടുള്ള മേപ്പിലിൻ്റെ കൺസീലറും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലിപ് ബാമൊക്കെ ഇട്ട്, എപ്പോഴും ഞാൻ ലിപ് ബാം ലാസ്റ്റ് ആയിരിക്കും ഇടുന്നത്, മറന്നു പോകും. പിന്നെ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്തു, കണ്ണൊക്കെ എഴുതി. പിന്നെ ഞാൻ ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്, മാഴ്സിൻ്റെ ഡബിൾ ട്രബിൾ പറഞ്ഞിട്ട്. നല്ല ലെങ്ത്തും വോളിയമൈസ് ചെയ്ത് വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ലിപ്സ്റ്റിക് ഇടൽ ചടങ്ങിലോട്ടാട്ടോ പോകുന്നത്. ലിപ്സ്റ്റിക് ഇല്ലാത്തൊരു കളിയില്ലല്ലോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ട് പിന്നെ മേക്കപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസസ് കാനഡയുടെ മേക്കപ്പ് ഫിക്സർ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും മേക്കപ്പൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ സെറ്റായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മിറ വേൾഡ് സ്റ്റിച്ചിങ് സെൻറ്ററിൽ നിന്ന് ചെയ്തെന്നാണ്. പിന്നെ ഞാൻ കമ്മലൊക്കെ ഇട്ട് സെറ്റ് ആവുമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ വലിയ വലിയ ജുംകാസ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. വലിയ കമ്മല് മാല ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇതേപോലെ ഒക്കേഷണലി മാത്രം ഞാൻ ഇതേപോലെ ഒരുങ്ങി കെട്ടാറുള്ളൂ കേട്ടോ. താലിമാല ഞാൻ അധികം ഊരി വെക്കാറില്ല. അപ്പോൾ ഞാൻ എവിടെ പോയാലും ആ മാല തന്നെയാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ കുപ്പികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ട് തോന്നിട്ടോ. ഹെയർ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടും അപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ എഴുന്നേറ്റൊക്കെ വന്നായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് കാരണം പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ ദായ്മന്മാരെല്ലാവരും ആയിട്ടോ നമ്മൾ പോയ നേരെ പെരുമ്പാവൂർ ഓഫീസിൽ കേട്ടോ പോയ, അവിടെ വെച്ചായിരുന്നു പരിപാടി. അപ്പോൾ ദാൽത്തുണ്ട്, റമീസ് ഉണ്ട്, അതിലൊക്കെ. പിന്നെ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ പൂക്കളൊക്കെ ഇടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ പൂവൊക്കെ കിള്ളി നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നല്ല അടിപൊളി പൂക്കളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ വ്ളോഗ് എടുക്കാറിനപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ക്യാമറയിലൊക്കെ നോക്കി ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ ഇവന്മാർ ക്യാമറ കണ്ടാൽ ഓടേണ്ടതാണ്. ഇതാട്ടോ നമ്മുടെ ഇൻഫോ പാർക്ക് ടീം, നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഇരുന്നത്. അങ്ങനെ നമ്മുടെ ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് സാറുമാരെല്ലാവരും കൂടിയിട്ട്. പിന്നെ പെരുമ്പാവൂർ ഓഫീസൊക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വക ഒരു തിരുവാതിര കളിയും ഡാൻസും മേളൊക്കെ ആയിരുന്നു. ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങളുടെ വക പാട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. അങ്ങനെ പാട്ടും ഡാൻസും മേളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഗെയിം സെക്ഷനിലോട്ടാട്ടോ പോയത്. ഈ ബലൂൺ ചവിട്ടിപ്പെട്ട് ഇങ്ങനെ ഗെയിമിൽ അഞ്ജലി ചേച്ചി എൻ്റെ കൂടെ കുറേ നേരം ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് പാവം ചേച്ചി. പക്ഷെ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ ഈ ഫസ്റ്റ് അടിക്കണേ. അതിൻ്റെ ഈ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറേ ഗെയിംസ് ഉണ്ടായിട്ടോ, എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അധികം. പിന്നെ അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വടംവലി ആയിട്ടോ. വടംവലി ഇല്ലാണ്ട് എന്ത് ഓണല്ലേ. അങ്ങനെ നമ്മുടെ അൽത്തുവിൻ്റെ ടീമൊക്കെ ആട്ടോ ജയിച്ചത്. ഭയങ്കര രസമായിരുന്നു വടംവലിയൊക്കെ. നല്ല മത്സരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഓണപരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിട്ടോ. അപ്പോൾ താലിൽ വന്നിട്ട് നല്ല അടിപൊളി ഷവായൊക്കെ കഴിച്ചിട്ടാട്ടോ സിനിമ കയറിയിട്ടുണ്ടായേ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കണം. എന്താ അറിയോ, ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചൊരു സിനിമയാട്ടോ ലോക. അത് ഞാൻ ഇപ്പോൾ സെക്കൻഡ് ടൈം കണ്ടു കഴിഞ്ഞിരിക്കുക കേട്ടോ. അത്ര അടിപൊളി സിനിമയാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.